ടെലഗ്രാമിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയതിനെ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫാമിലി അടക്കം എല്ലാവരും ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് 2-3 ദിവസങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. സോ റീലിൽ കാണുന്നതൊന്നും റിയൽ അല്ല എന്ന് വീണ്ടും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറേ പേഴ്സണൽ സ്പേസും പേഴ്സണൽ ബിഹേവിയറും പേഴ്സണൽ കുറേ സാധനങ്ങളും ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഇൻക്ലൂഡിങ് ഞാനടക്കം എല്ലാവർക്കും അപ്പാർട്ട് ഫ്രം ദ സോഷ്യൽ മീഡിയ അപ്പിയറൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസും പേഴ്സണൽ ജീവിതമുണ്ട്. നിങ്ങൾ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ഒരു ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനെ മാത്രം ആരാധിക്കുക. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ആ ആള് ഭയങ്കര മറ്റേ ഇതാണ് അതാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനകത്ത് കളയരുത്. ഞാൻ ഇപ്പോഴും പറയാം, എല്ലാ കോൺട്രവേഴ്സികൾ നടക്കുമ്പോഴും എല്ലാ തൊപ്പി മോക്കിടിയോ കണ്ട ഇതാ ഞാൻ പറഞ്ഞേ. എന്ത് ബ്രോ എന്തിന് ഞാനിത് 2 ദിവസം നമ്മളാരും ഇതൊന്നും കണ്ടില്ലെന്നാണോ ബ്രോയുടെ വിചാരം? കേരളത്തിൽ എല്ലാവരും കണ്ട് മനസ്സിലായ എല്ലാവരും കണ്ട് ഈ സാധനങ്ങളൊക്കെ കണ്ട് നമ്മുടെ ലൈഫിൽ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമ്മുടെ യൂണിവേഴ്സ് ഡിഫറൻറ്റാ, മനസ്സിലായി? അതായത് നമ്മുടെ ഒരു ഗെയിമിനകത്തുള്ള അടി, ഗെയിമിനകത്തുള്ള വഴക്ക്, അങ്ങനത്തെ കാര്യങ്ങളാ, മനസ്സിലായ? അതായിരുന്നു ഇത്രയും നാളത്തെ നമ്മുടെ കോൺട്രവേഴ്സി. ഔട്ട് ഓഫ് ദ കോൺട്രവേഴ്സി നമുക്ക് നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണവാളന്റെ മറ്റേ ഇഷ്യൂവും അതുപോലെ തന്നെ മറ്റേ ടെലഗ്രാമിന്റെ അതൊരു കോൺട്രവേഴ്സി ആണ് എന്നുള്ള ഒരിക്കലും ഞാൻ പറയത്തില്ല. അത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന ഒരു സാധനം വെളിയിലോട്ട് എത്തിച്ചതാ. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഇപ്പോഴും അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം, ഈ ടെലഗ്രാമിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയതിനെ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫാമിലി അടക്കം എല്ലാവരും ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ലേ, ഒരുപാട് പേര് ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ്, കേരളത്തിലുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പെൺകുട്ടികളടക്കം എൻ്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പർ പലരുടെ അടുത്തുനിന്നും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ ഉപദ്രവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ബ്രോ, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്, മനസ്സിലായ? അത് ഒത്തിരി നാളായിട്ട് ഇത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊരു കോൺട്രവേഴ്സി ആയിട്ട് കണക്കാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് വെളിയിൽ കൊണ്ടുവരേണ്ട സംഭവമാണ്. ഏകദേശം ഇന്നലെ ഞാൻ FRK വ്ളോഗ്സ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നപ്പോൾ പുള്ളി ഇന്നലെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പുള്ളിക്കാരൻ്റെയൊക്കെ വൈഫിൻ്റെയൊക്കെ വരുന്ന മെസ്സേജസും പോയി ക്യാച്ചപ്പ് ചെയ്ത ആൾക്കാരുടെ കൗണ്ടും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് ഈ സെക്ഷൽ പരിപാടി എന്ന് പറയുന്ന സാധനത്തിന്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോടെ ഇത് ഇന്നത്തെ കാര്യം പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഇത്രയും നാൾ എൻക്വയറി ചെയ്തതിലും ഇത്രയും നാൾ കണ്ടുപിടിച്ച ഡേറ്റയും വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. ടെലഗ്രാമിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീഡിയോ ഇടുന്നവനെ മാത്രം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡ്രഗ് വിൽക്കുന്നവനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അത് എവിടുന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാലല്ല കാര്യമുള്ളൂ, മനസ്സിലായി? അല്ലാതെ ഇത് വെറുതെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വഴിയിൽ വിൽക്കുന്നവനെ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവനൊക്കെ സാധനം രാജ്യത്തെത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ധൈര്യം ആദ്യം എല്ലാവരും കാണിക്കണം. അതുപോലെ തന്നെയാണ് ടെലഗ്രാമിൻ്റെ ഇഷ്യൂ. ഞാൻ ടെലഗ്രാമിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ ടെലഗ്രാമിൻ്റെ കാര്യത്തിൽ ഞാൻ എൻക്വയറി ചെയ്ത എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒറ്റ കാര്യം പറയാം, ഇത് വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവനെയും വീഡിയോ വിൽക്കുന്നവനെയും മാത്രം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാവോ, ഈ ടെലഗ്രാമിൽ അക്കൗണ്ടുകളിലൊക്കെ ഇത്ര ധൈര്യത്തോടെ നമ്പർ വെളിയിൽ വിസിബിൾ ആകത്തില്ല എന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് ഇവന്മാരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ നമ്പർ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. പല രാജ്യങ്ങളിലെ നമ്പർ പല രീതിയിലും വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ നമ്പറുകൾ കാശ് കൊടുത്ത് മേടിക്കാൻ ഇവിടുത്തെ കുറേ കൊച്ചുഫുണ്ടകളുണ്ട്, മനസ്സിലായ? 18 വയസ്സിൽ താഴെയുള്ള കുറച്ച് കൊച്ചുഫുണ്ടകൾ ഈ നമ്പർ മേടിക്കും. ഇവന്മാർക്കൊക്കെ നമ്മളെക്കാളും ബുദ്ധിയാണ്, നമ്മളെക്കാളും തിങ്കിങ് കേപ്പബിലിറ്റിയാണ്. ഇവന്മാർ ഈ നമ്പർ വാങ്ങിച്ചിട്ട് ഈ നമ്പർ വെച്ചിട്ടാണ് കളിക്കുന്നത്. ട്രാക്ക് ചെയ്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇവൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴോ ആഫ്രിക്കയിലും അമേരിക്കയിലും വേറെ രാജ്യങ്ങളിലുള്ള നമ്പറുകളിൽ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായ? ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് അതിൽ ഓൺലൈൻ മണി കളക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അരുൺ സ്മോക്കി ഒരു വീഡിയോ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ പറയുന്നുണ്ട്, പൈസ കളക്ട് ചെയ്യുന്ന ഇവരുടെയൊക്കെ രീതി എന്ന് പറയുന്നത് എയർടെൽ മണിയും അങ്ങനത്തെ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഓൺലൈൻ വഴി ഇവർ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടോ മറ്റേ പേടിഎമ്മോ ഈ ഗൂഗിൾ പേയോ ഒന്നും കൊടുക്കാതെ ഇതൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്, മനസ്സിലായ? കുറേ പേരുണ്ട്. ഇവരെല്ലാവരും ഇത് വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ
ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലെ സിസ്റ്റംസ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം കുറച്ച് സേഫ് ആക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ